ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഈവനിങ് വ്ളോഗാണേ. വൈകിട്ടായപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കാഴ്ച കണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ആലോചിച്ചു നമുക്കൊന്ന് പുറത്ത് പോയാലോ, കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ വാങ്ങിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ നഴ്സറിയിലോട്ട് പോയി. മൂത്തേടത്ത് നഴ്സറി സിറ്റി തന്നെയാണ്. അവിടെ ഒന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചു. സത്യം പറയുകയാണെങ്കിൽ ബൊഗെയിൻവില്ല വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അതായത് നമ്മുടെ കടലാസ് പൂവേ. പക്ഷേ സാധനം നമ്മൾ വാങ്ങിയില്ല എന്ന് മാത്രമല്ല, വേറെ കുറേ സാധനങ്ങളും കൂടിയിട്ട് വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നഴ്സറി. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസും കുറേ ഏരിയ ഉണ്ട്. ഇതൊക്കെ കടലാസ് പൂക്കളാണ് കേട്ടോ. നല്ല റേറ്റാണേ. പണ്ടൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ നിന്നിരുന്ന കടലാസ് പൂവിനൊക്കെ ഇപ്പോൾ എന്താ ഡിമാൻഡ്. പല കളറിലുള്ള കടലാസ് പൂക്കളുണ്ട് കേട്ടോ. പൊന്നൂസ് കണ്ടിട്ട് പൊന്നൂസിന് താഴെ ഇറങ്ങിയിട്ട് ഓടാനൊക്കെ തോന്നുന്നത്. കുറച്ചേരൊക്കെ ഒക്കത്തെടുത്ത് ഇരുത്തി, പിന്നെ നമ്മൾ താഴെ ഇറക്കി വിട്ടു. പിന്നെ അവിടെ ഒന്ന് തൊടാനും ഒന്നും പാടില്ലാത്ത കാരണം അവളെ അങ്ങനെ സ്ട്രിക്റ്റിൽ നിർത്തിയെന്ന് മാത്രം. കണ്ടോ, കുറേ ചെടികളുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഒരു പുതിയ ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് ഗാർഡനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ അകമൊക്കെ ഒന്ന് നഴ്സറിയുടെ ഉൾവശമൊക്കെ ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ച് മാത്രമാണ് വീഡിയോ എടുത്തത്. ഇത് നമ്മൾ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ്, ഹൈവേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കാണാനൊക്കെ എളുപ്പമാണ്, കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിറയെ ചെടികളാണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റും പിന്നെ നമ്മുടെ മാവ്, പ്ലാവ് അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്നൂസിനെ ഇത് അപ്പം ഇറക്കി വിട്ടു താഴേക്ക്. അപ്പോൾ പൊന്നൂസ് ആകെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ്. ഇത് എന്താ സംഭവം, ഇവിടെ ആകെ മരങ്ങളാലോ ചെടികളാണോ, ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ തൊടാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ നടക്കുന്നുണ്ട് അവൾ. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കെന്തോ ഓർമ്മയില്ല. ഇത് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത്തിപ്പഴം, പേര, പിന്നെ അങ്ങനെയുള്ള ആപ്പിള്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെയാണ് ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ. ഈ ഭാഗത്തോട്ടാണ് ഗാർഡൻ്റെ ചെടികളുള്ളത്. അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ്. ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇളന്തപ്പഴം എന്ന് പറയും. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ആപ്പിളാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സുകളാണ് കേട്ടോ. നമ്മൾ കാണാത്ത തരം ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല റേറ്റും ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെടികളുടെ ഒരു കലവറാന്ന് തന്നെ ഈ നഴ്സറിനെ പറയാം. അത്ര അധികം ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണാത്ത കുറേ അധികം ഇൻഡോർ പ്ലാന്റ്സുകൾ ഞാൻ അവിടെ കണ്ടു. അത് മാത്രമല്ല, നമ്മൾ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വലിച്ച് തൂരിക്കിടുന്ന കുറേ ചെടികളില്ലേ, അങ്ങനത്തെ ചെടികൾ ഇവിടെ ഞാൻ കണ്ടു. അതിനൊക്കെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഇത് പോരാണ്ട് ചട്ടികളും അങ്ങനത്തെ നമ്മളെ പോട്ടുകളില്ലേ, അതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. കണ്ടോ, തൂക്കിയിടുന്ന ഹാങ്കിങ് പോട്ടുകളൊക്കെ എല്ലാം ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മുടെ താമര അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ എല്ലാതരം ചെടികളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. കണ്ടോ, സ്നേക്ക് പ്ലാന്റ് തന്നെ പലതരം പോർഷൻ അവിടെ ഉണ്ട്. നമ്മുടെ ഇത് മണി പ്ലാന്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ. മണി പ്ലാന്റിൻ്റെ തന്നെ വേറെ പലതരം ഇലകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ്. കണ്ടോ, ഇതൊക്കെ പല വെറൈറ്റികളാണ് കേട്ടോ. ഒരു ചെടിയിൽ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലകൾ നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കണ്ടോ. വേറൊരു സാധനം കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ നിങ്ങൾ, നമ്മുടെ മതിലിൻ്റെ അടിയിലൊക്കെ നമ്മൾ വലിച്ചു കളയുന്ന പായൽ പോലത്തെ സാധനങ്ങൾ, അതിനൊക്കെ നല്ല റേറ്റ് അവിടെ. കണ്ടോ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ വെക്കാൻ പറ്റിയ സൈസ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് കാണാനെന്നറിയോ. പൊന്നൂസിനാണെങ്കിൽ തുടരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് ചെടികൾ വാങ്ങി. പക്ഷേ കടലാസ് പൂ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. നമ്മളങ്ങനെ അവിടെ ഇറങ്ങുകയാണ്. അവിടെ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സിറ്റി ഗാർഡനിലോട്ടാണ് കേട്ടോ. അതും ടൗണിൽ തന്നെയാണ്, ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെയാണെങ്കിൽ നിറയെ പൂക്കളിങ്ങനെ, ആഹാ എന്താ രസം കാണാനായിട്ട്. ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും പൂക്കളുള്ള ചെടികളാണ് കേട്ടോ വിൽക്കുന്നത് അവർ. കണ്ടോ, കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷെ കാണാൻ നല്ല രസമാണ്. കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെടികൾ അവിടെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. ഇതിൻ്റെയൊക്കെ പേരൊക്കെ എന്താണാവോ. സത്യം പറയുകയാണെങ്കിൽ ചെടികളൊക്കെ വെറുതെ കിട്ടുമെന്ന് പോലും തോന്നി. കണ്ടോ, മെലസ്റ്റോമ ഒക്കെ ഉണ്ട് കേട്ടോ. കടലാസ് പൂവും കോളാമ്പി തന്നെ പല ടൈപ്പുള്ളതുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു ഇലയാണ്, മന്ദാരം. കണ്ടോ, ഈ ചെടികളൊക്കെ. റോസ് തന്നെ പല ടൈപ്പുണ്ട്. ഞാൻ റോസ് അധികം വാങ്ങണില്ല അപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ റോസ് വാങ്ങിയിട്ട് ഒരു 5-6 ചട്ടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട് താമസാക്കിയ സമയത്ത്. പക്ഷേ കുറച്ച് നാളൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ എന്തോന്നറിയില്ല,
ചീത്തയായി പോവുക, മുരടിച്ച് പോവുക. ഇപ്പം അതിലൊരു ചട്ടി ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ പോയി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റോസ് വാങ്ങൽ നിർത്തി. അങ്ങനെ 1-2 ചെടികൾ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മറ്റവിടത്തു നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് പോവാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഒരു തരം ബോൾസം എന്ന് പറയില്ല നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉള്ളത്, അതിൻ്റെ വലിയ ടൈപ്പാണ് മെലസ്റ്റോമ. പിന്നെ എന്താ അത് കണ്ടോ, നമ്മുടെ ചെടി ചെറുതാണ് കേട്ടോ, ചെറുതിന് തന്നെ റേറ്റ് ഉണ്ട്. അപ്പോൾ വലുതിൻ്റെ കാര്യം ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് നമ്മുടെ പണ്ടത്തെ റോസിൻ്റെ ബാക്കിയുള്ള റോസാണ്. അതിലൊരു പൂ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ. ഞാൻ അതിൽ മുട്ടത്തൊണ്ടും ഉള്ളിത്തൊണ്ടൊക്കെ കൊണ്ടുപോയിട്ട് ഇടും കേട്ടോ, ചായയുടെ അടിയൊക്കെ കൊണ്ട്. ഈ ഭാഗത്ത് ഞാൻ പൂക്കളെ വെച്ചിട്ടുണ്ടായിരുന്നേ, നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. പക്ഷെ അതൊക്കെ ഇവിടെ എന്തോ ഒരു ജീവി വന്നിട്ട് അതെനിക്ക് നശിച്ചു പോകും അവിടെ വയ്ക്കുന്ന ചെടികളൊക്കെ. അപ്പോൾ ഞാൻ ഈ ചെടി വെച്ചു. ഈ ചെടിക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് എല്ലാതും ചട്ടിയിലാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗാർഡനിങ് ഒന്നും കൂടുതലായിട്ട് അറിയില്ല, ഞാനൊരു ബിഗിനറാണ്. ഇപ്പോൾ വീടായ ശേഷം ഞാൻ ഒരു ചട്ടി വെച്ചപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് 2 ചട്ടി 3 ചട്ടി അങ്ങനെ ചട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് താല്പര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഗാർഡനിങ്ങിനോട്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ഓരോ ചട്ടികളും ചെടികളൊക്കെ ഇങ്ങനെ വാങ്ങി, ഇങ്ങനെ ഇത് തന്നെയാണ് ഇപ്പോൾ മെയിൻ പണികൾ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ മുന്നേയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ചെടികളാണ്. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഒരു വീട്ടിലും ഇപ്പോൾ ഇല്ലത്. അപ്പോൾ ഞാനതും വാങ്ങി. ഇതിനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചട്ടിയിലാക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, കിളിപ്പച്ച കളറും ഒക്കെ നല്ല രസമാണ്. ഇതിങ്ങനെ താഴെ വെക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ നിൽക്കുന്നു മാത്രം. അതിപ്പോൾ എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ്. കണ്ടോ, പൂവുള്ള ചെടികൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇത് നമ്മുടെ 10 മണി. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല, ഉണ്ടായോ പോയോ എന്നറിയില്ല. നമ്മുടെ ബോൾസം, നമ്മുടെ തണ്ണിമത്തൻ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറുതും ഒരു വലുതും. ചെറുത് പിന്നെ ഇനി വലുതാവും തോന്നുന്നില്ല, അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതെന്തായാലും ആയോ എന്നറിയില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തൻ. കണ്ടോ, ഇത്ര വലുപ്പമായി നമ്മുടെ തണ്ണിമത്തൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ടാറ്റ ബൈ.